കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമം. അവിടെയാണ് അലീന ജനിച്ചത്. വെളുപ്പിനെ കോഴി കൂവുന്നതിനു മുൻപ് തന്നെ അവൾ ഉറക്കമെഴുന്നേൽക്കും. വീടും പരിസരവും വൃത്തിയാക്കി അടുക്കളയിൽ കയറി പാചകം തുടങ്ങും. ഇതായിരുന്നു അലീനയുടെ ഒരു ദിവസത്തിൻ്റെ തുടക്കം. അലീനയുടെ അമ്മ പ്രസവത്തിൽ തന്നെ മരിച്ചുപോയി. അച്ഛന് സ്നേഹമുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ അറിയാത്ത ആളായിരുന്നു. അവൾക്ക് 7 വയസ്സുള്ളപ്പോൾ അദ്ദേഹം മുംബൈയിൽ ജോലിക്ക് പോയി. പക്ഷേ അവിടെ വച്ച് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. പിന്നീട് അച്ഛൻ്റെ ചേട്ടൻ രഘുവരനാണ് അവളെ വളർത്തിയത്. വളരെ നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ ആരെയും വഴക്ക് പറയില്ല, മിണ്ടാതെ ഇരിക്കും. അദ്ദേഹം അലീനയ്ക്ക് ഒരു അമ്മയെ കിട്ടണമെന്ന് കരുതി ഒരു വിധവയെ വിവാഹം കഴിച്ചു. പേര് ശാരദ. അവർക്ക് ഒരു മകളുണ്ട്. അമൃത എന്നായിരുന്നു പേര്. ശാരദ തല്ലുന്ന സ്വഭാവക്കാരിയല്ലായിരുന്നു. വളരെ സമർത്ഥയായ ഒരമ്മയായിരുന്നു. താഴ്ന്ന സ്വരത്തിൽ നിഷേധിക്കാൻ പറ്റുന്ന രീതിയിൽ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്ന ഒരാൾ. അലീനയുടെ നേരെ തിരിച്ച് വിപരീത സ്വഭാവമുള്ളവളായിരുന്നു അമൃത. അലീനയുടെ വസ്ത്രങ്ങൾ എടുത്താൽ തിരിച്ചു കൊടുക്കില്ല. ബ്യൂട്ടീഷ്യൻ കോഴ്സിനും കമ്പ്യൂട്ടർ കോഴ്സിനും ചേർന്നു. രണ്ടും പാതി വഴിയിൽ ഉപേക്ഷിച്ചു. മൊബൈലിൽ സമയം കളയുന്ന ഒരാളായിരുന്നു അമൃത. രണ്ടുപേരും ഒരേ മുറിയിലാണ് കിടക്കുന്നത്. സ്വന്തം നാട്ടിൽ നിന്ന് മറ്റെവിടെയെങ്കിലും പോകണമെന്ന് സ്വപ്നം കാണുന്ന ആളായിരുന്നു അമൃത. എനിക്ക് ഇവിടെ നിന്ന് പോകണം. അപ്പോൾ അലീന പറയും, അങ്ങനെ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ നന്നായി പഠിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യണം. ഇത് കേൾക്കുമ്പോൾ അമൃതയ്ക്ക് ദേഷ്യം വരും. ജോലിയും പഠിത്തവും അല്ലാതെ നിനക്ക് മറ്റൊന്നും പറയാനില്ലേ? ജീവിതം എന്നാൽ ഇത് രണ്ടും എന്നാണോ നീ കരുതുന്നത്? എന്നാൽ അലീനയ്ക്ക് മനസ്സിൽ ഒരു സ്വപ്നമുണ്ട്. അവൾ എല്ലാ ശനിയും ഞായറും റൂടെക്കിൻ്റെ മാനേജ്മെൻറ്റ് ട്രെയിനിങ്ങിന് പോയി ബില്ലെഴുതാനും കണക്കെഴുതാനും എല്ലാം പഠിച്ചു. വീട്ടിലെ എല്ലാ ജോലിയും തീർത്തതിന് ശേഷവും അവൾ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് പണമുണ്ടാക്കി. അലീന വീട്ടിലെ ജോലികളെല്ലാം ചെയ്തതിന് ശേഷം ജോലിക്ക് പോകുന്നത് നാട്ടുകാർക്കറിയാം. എന്നാൽ അലീന ജോലിക്ക് പോയി പണം സമ്പാദിക്കുന്നത് ശാരദയ്ക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു. ദിവസം അടുത്ത വീട്ടിലെ ലക്ഷ്മി അമ്മ അലീനയോട് പറഞ്ഞു, മോളെ, നിന്റെ ജോലി എങ്ങനെയുണ്ട്? ഞാൻ നിന്റെ കാര്യം എപ്പോഴും വീട്ടിൽ പറയും. നിന്റെ അമ്മ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണ് നിന്നെപ്പോലൊരു മകൾ അവൾക്ക് ജനിച്ചത്. നിന്റെ ഇപ്പോഴത്തെ ഈ കഷ്ടപ്പാടൊക്കെ ദൈവം കാണുന്നുണ്ട്. നിനക്ക് തീർച്ചയായും ഒരു നല്ല ദിവസം ഉണ്ടാകും. നാട്ടുകാർ അലീനയെപ്പറ്റി പറയുന്ന ഓരോ നല്ല വാക്കും ശാരദാമ്മയ്ക്ക് അപമാനമായിരുന്നു. കാരണം അലീന അവരുടെ മകളല്ല. ഒരു ദിവസം രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ അലീനയുടെ വലിയച്ഛൻ പറഞ്ഞു, പള്ളിയിൽ പോയപ്പോൾ അവിടുത്തെ ഫാദർ അലീനയെപ്പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു. ആ കൊച്ചു പെൺകുട്ടിക്ക് നല്ല സ്വഭാവമാണ്. നാട്ടുകാർക്കൊക്കെ അവളെപ്പറ്റി നല്ലതേ പറയാനുള്ളൂ എന്ന്. മേശമേൽ പെട്ടെന്ന് ഒരു നിശബ്ദത പരന്നു. ശാരദാമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പൊതുസ്ഥലങ്ങളിൽ വച്ച് ആളുകൾക്ക് മുന്നിൽ അലീന നല്ലതുപോലെ ചിരിച്ച് അഭിനയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി അവൾ നന്നായി അഭിനയിക്കുന്നു. അതിൽ അവൾ വിജയിച്ചു, അല്ലാതെ അവൾ മറ്റൊന്നും ചെയ്യുന്നില്ല. അലീന ഒന്നും മിണ്ടാതെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഒരു ദിവസം അലീന മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ വച്ച് ഒരു യുവ സംരംഭകയെ പരിചയപ്പെട്ടു. ആ യുവതി ഒരു എക്സലൻസ് സ്കോളർഷിപ്പ് പ്രോഗ്രാമിനെക്കുറിച്ച് അലീനയോട് പറഞ്ഞു. ഫ്രാൻസിലെ സെനഗൽ ചേംബർ ഓഫ് കൊമേഴ്സും ബോർഡോയിലെ ഫാഷൻ സ്കൂളും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പായിരുന്നു അത്. ശമ്പളത്തോടു കൂടിയ ഇൻറ്റേൺഷിപ്പ്. അലീനയ്ക്ക് അതിൽ പങ്കെടുക്കണമെന്ന് തോന്നി. അത് അലീന ആ യുവതിയോട് പറഞ്ഞു. അവർ എല്ലാ സഹായവും ചെയ്തു കൊടുക്കാമെന്ന് സമ്മതിച്ചു. അവൾ അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിച്ചു. ഓരോ ഫയലും, ഓരോ ലോക്കൽ ഇൻ്റർവ്യൂവും, ഓരോ സർട്ടിഫിക്കറ്റും, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, മോട്ടിവേഷൻ ലെറ്റർ, അവളുടെ സ്വന്തം ഡിസൈനുകളുടെ പോർട്ട്ഫോളിയോ, സന്തുഷ്ടരായ കസ്റ്റമേഴ്സിൻ്റെ ഫോട്ടോകൾ, ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ അവൾക്ക് 5 വർഷം വേണ്ടി വന്നു. ഒടുവിൽ അലീനയ്ക്ക് സെലക്ഷൻ ലെറ്റർ വന്നപ്പോൾ അവൾ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. ആ കത്ത് അവൾ 3-4 ആവർത്തി വായിച്ചു. എന്നിട്ട് അവൾ അത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. സന്തോഷത്തോടെ അത് വലിയച്ഛനെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, വലിയച്ഛ, എനിക്ക് ഫ്രാൻസിൽ പോകാനുള്ള സ്കോളർഷിപ്പ് കിട്ടി. ഇത് വളരെ നല്ല കാര്യമാണ് എന്ന് വലിയച്ഛൻ സന്തോഷത്തോടെ പറഞ്ഞു. 5 വർഷമായി വലിയച്ഛ ഞാൻ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നു. ഇപ്പോൾ നിന്റെ അച്ഛനും അമ്മയും നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നുണ്ടാവും. നന്നായി വരട്ടെ, വലിയച്ഛൻ സന്തോഷത്തോടെ പറഞ്ഞു. ഈ സംസാരം കേട്ട് ശാരദാദേവി അവിടെ വന്നു ചോദിച്ചു, എന്ത് ലെറ്ററിൻ്റെ കാര്യമാണ് പറയുന്നത്? അലീനയ്ക്ക് ഫ്രാൻസിൽ പോകാനുള്ളതിൻ്റെ സ്കോളർഷിപ്പ് കിട്ടി. ആഹാ, അഭിനന്ദനങ്ങൾ. ഒരു കൃത്രിമ ചിരി ചിരിച്ചുകൊണ്ട് ശാരദാദേവി പറഞ്ഞു. അലീന ഭദ്രമായ ലെറ്റർ കൊണ്ടുവന്ന് അലമാരയിൽ വച്ചു. എന്നിട്ട് ഉറങ്ങാൻ കിടന്നു.
ശാരദാദേവി ആ ഡോക്യുമെൻറ്റ്സ് മോഷ്ടിച്ച് അമൃതയ്ക്ക് കൊടുത്തു. അമൃത ആൾമാറാട്ടം നടത്തി അലീനയ്ക്ക് പകരം പോയി. എന്നിട്ട് അത് രഹസ്യമാക്കി വെച്ചു. അലീന 3-4 ദിവസം കഴിഞ്ഞു ലെറ്റർ അലമാരയിൽ നോക്കിയപ്പോൾ കണ്ടില്ല. അവൾ അലമാരയും ആ റൂം മൊത്തം തിരഞ്ഞു, പക്ഷെ കിട്ടിയില്ല. അപ്പോഴാണ് അമൃതയും അമൃതയുടെ ബാഗും സാധനങ്ങളും അവിടെ ഇല്ല എന്ന് അലീന ശ്രദ്ധിച്ചത്. അവൾ ഓടി തൻ്റെ വലിയച്ഛൻ്റെ മുറിയിൽ ചെന്നു. അവിടെ ശാരദാദേവി ഉണ്ടായിരുന്നു. അവർ ടെൻഷനൊന്നുമില്ലാതെ കയ്യിൽ ഒരു കപ്പ് കാപ്പിയുമായി അനങ്ങാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. അമൃത എവിടെ? അലമാരയിൽ വെച്ചിരുന്ന എൻ്റെ ഡോക്യുമെൻറ്റ്സ് എവിടെ? ഇങ്ങനെ ദേഷ്യത്തിൽ അലീന ചോദിച്ചു. ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ശബ്ദം താഴ്ത്തി സംസാരിക്കണം, ശാരദാദേവി പറഞ്ഞു. ഞാൻ വച്ചിരുന്ന എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒന്നും കാണുന്നില്ല. ഞാൻ 5 വർഷം പാടുപെട്ടുണ്ടാക്കിയെടുത്തതാണത്. അതെല്ലാം ഇപ്പോൾ വെറുതെയായി. എനിക്ക് മനസ്സിലായി, നിങ്ങളാണ് അതെല്ലാം എടുത്ത് അമൃതയ്ക്ക് കൊടുത്തത്. വായടച്ച് സംസാരിക്ക്. ഇത് നിന്റെ വലിയച്ഛൻ്റെ വീടാണ്, അല്ലാതെ ചന്തയല്ല. അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. വലിയച്ഛൻ്റെ മൗനാനുവാദത്തോടെ ആയിരുന്നു ശാരദാദേവി ഇത് ചെയ്തത്. ഇതിനെക്കുറിച്ച് വലിയച്ഛൻ ഒന്നും പറഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ വാർത്ത കാട്ടുതീ പോലെ നാട്ടിൽ മുഴുവൻ പരന്നു. ആൾക്കാർ തമ്മിൽ പറഞ്ഞു, ഈ അലീനയ്ക്ക് അവളുടെ കാര്യങ്ങൾ സൂക്ഷിച്ചു വച്ചുകൂടായിരുന്നോ? വീട്ടുകാരുടെ സ്വഭാവം അവൾക്കറിയാവുന്നതല്ലേ? അലീന ഒരുപാട് കരഞ്ഞു. നാട്ടുകാരിൽ ചിലർ അവളെ ആശ്വസിപ്പിച്ചു, എന്നാൽ ചിലർ അവളെ കുറ്റം പറഞ്ഞു. അവളുടെ മനസ്സ് ശൂന്യമായി. ഒറ്റയ്ക്ക് ഇരുട്ടത്ത് പുറത്തു പോയിരുന്നു. തയ്യലില്ല, ഒരു പ്ലാനുമില്ല. ഇരുട്ടിൽ മോഷ്ടിക്കപ്പെട്ട ഭാവിയുടെ ഒരു വലിയ നിശബ്ദമായ ഭാരം മാത്രം. ആ ദിവസങ്ങളിൽ നാട്ടുകാർ അവളെ നോക്കിയത് സഹതാപത്തോടെയായിരുന്നു. ചിന്തിച്ച് അവസാനം അലീന ഒരു പ്രതിജ്ഞയെടുത്തു. ഇവിടം കൊണ്ട് എൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല. ഇരുട്ടത്ത് തന്നോട് തന്നെ അവൾ പറഞ്ഞു. 0-ൽ നിന്ന് തന്നെ വീണ്ടും തുടങ്ങുന്ന ഒരാളെ പ്രോത്സാഹിപ്പിക്കാൻ ആരും കാണില്ല. അലീന പിറ്റേ ദിവസം ഒരു ചെറിയ ബാഗിൽ തൻ്റെ സാധനങ്ങളും എടുത്ത് ആ വീട്ടിൽ നിന്നും ഇറങ്ങി. ആരും അവളെ തടഞ്ഞില്ല. വലിയച്ഛൻ വാതിൽക്കൽ പരാജയപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഭാവത്തോടെ നിന്നു. ശാരദാദേവി ജനലിൽ കൂടി അലീന പോകുന്നത് നോക്കിക്കൊണ്ടു നിന്നു. അലീന തിരിഞ്ഞു നോക്കിയില്ല. ഒരു വീട്ടിലെ ഒരു ചെറിയ മുറി വാടകയ്ക്കെടുത്തു. മഴ പെയ്താൽ ചോരുന്ന മേൽക്കൂര. താഴത്തെ നിലയിൽ ജീവിതം കണ്ടുമടുത്ത സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരു വാടകക്കാരി. ജീവിതം അവൾക്ക് നൽകിയ ഒരു വിരോധാഭാസം. അവളുടെ കയ്യിൽ കുറച്ച് പണം ബാക്കിയുണ്ടായിരുന്നു. അധികമൊന്നുമില്ല, കഷ്ടിച്ച് ജീവിക്കാനുള്ളത് മാത്രം. അത് തീരുന്നതിന് മുൻപ് അവൾക്ക് എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തിയേ തീരൂ. അവൾക്കറിയാവുന്ന ഒരു തൊഴിലിൽ നിന്ന് തന്നെ അവൾ ജീവിതമാർഗം കണ്ടെത്തി. HLM മാർക്കറ്റിലെ ഒരു തയ്യൽക്കടയിൽ അവൾ ജോലിക്ക് കയറി. ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു ഡിസൈനറായിട്ടല്ല, നൂൽ മുറിക്കാനും തറ തുടയ്ക്കാനുമുള്ള ഒരു അപ്രൻറ്റീസ് ആയിട്ടായിരുന്നു. ആദ്യത്തെ ആഴ്ച വളരെ തുച്ഛമായ ശമ്പളം മാത്രമാണ് കിട്ടിയത്. 2ാമത്തെ ആഴ്ച കടയുടെ ഉടമ ജമീല ബീഗം എന്ന കരുത്തയായ നന്മയുള്ള സ്ത്രീ അവൾ ജോലി ചെയ്യുന്നത് നോക്കി നിന്നു. എന്നിട്ട് അവളോട് ചോദിച്ചു, നിനക്ക് തയ്ക്കാൻ അറിയാമോ? വളരെ കുറച്ച്, അലീന മറുപടി പറഞ്ഞു. എന്നാൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ അല്ലല്ലോ. ഒരു തുണി അലീനയുടെ കയ്യിൽ കൊടുത്തിട്ട് ജമീല ബീഗം പറഞ്ഞു, നിനക്കിഷ്ടമുള്ളത് ഇതിൽ തുന്നി കാണിക്കൂ. അലീന ഒന്നും മിണ്ടാതെ അത് കയ്യിൽ വാങ്ങി വെട്ടി തയ്ക്കാൻ തുടങ്ങി. തുന്നിയ ശേഷം അത് അലീന ജമീല മാഡത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അവർ അത് വാങ്ങി തിരിച്ചും മറിച്ചും നോക്കി. എന്നിട്ട് ചോദിച്ചു, നിന്നെ ഇത് ആരാണ് പഠിപ്പിച്ചത്? ഞാൻ സ്വയം പഠിച്ചതാണ് മാഡം. നിനക്ക് നല്ല കഴിവുണ്ട്, ബാക്കി ഞാൻ പഠിപ്പിച്ചു തരാം. അതായിരുന്നു ആദ്യത്തെ വാതിൽ. പക്ഷേ കളിയാക്കലുകൾ അവൾക്ക് ഒരുപാട് നേരിടേണ്ടി വന്നു. ഒരു ദിവസം അലീന മാർക്കറ്റിൽ തയ്യലിനുള്ള സാധനങ്ങൾ വാങ്ങാൻ നിന്നപ്പോൾ തൻ്റെ സ്വന്തം നാട്ടുകാരായ 2 സ്ത്രീകൾ അലീനയുടെ പിന്നിലൂടെ കടന്നുപോയി. പതുക്കെ അവർ പറയുന്നുണ്ടായിരുന്നു, അലീനയെ കണ്ടോ? വലിയ സ്കോളർഷിപ്പിനെ പറ്റിയും യൂറോപ്പിനെ പറ്റിയും ബിസിനസ്സിനെ കുറിച്ചും എന്നും പറഞ്ഞു നടന്നവൾ ഇപ്പോൾ നോക്കൂ, കടയിൽ നൂൽ വാങ്ങാൻ നിൽക്കുന്നു. സ്വന്തം കാര്യം സൂക്ഷിക്കാൻ അറിയില്ലെങ്കിൽ അനുഭവങ്ങൾ പഠിപ്പിക്കും. അവൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ അവൾക്ക് ഈ ഗതി വരില്ലായിരുന്നു. അലീന ഇതെല്ലാം കേട്ടു. പക്ഷേ അവൾ ഒന്നും പറയാതെ തൻ്റെ ജോലി തുടർന്നുകൊണ്ടിരുന്നു. അവർ അവിടെ നിന്നും പോയതിനു ശേഷം അവൾ വഴിമാറി നടന്നു. അതിനിടയിൽ ഫ്രാൻസിൽ പോയ അമൃത ഒരു കാര്യം പഠിച്ചു. അധ്വാനിക്കാതെ അവസരം കിട്ടിയാൽ അത് ചുമക്കാൻ പാടായിരിക്കുമെന്ന്. അവൾ അലീനയുടെ ഡോക്യുമെൻറ്റ്സുമായിട്ടാണ് അവിടെ ചെന്നിറങ്ങിയത്. പ്രോഗ്രാമിൽ അലീനയുടെ പേരായിരുന്നു. പക്ഷേ അലീനയുടെ സ്വഭാവമൊന്നും അവൾക്കില്ലായിരുന്നു. പ്രോഗ്രാമിൻ്റെ ഘടന, സമയം, കൊടുക്കേണ്ട റിപ്പോർട്ടുകൾ, ചെയ്യേണ്ട ഇൻറ്റേൺഷിപ്പുകൾ ഇതെല്ലാം അമൃതയ്ക്കൊരു ശിക്ഷ പോലെയായി. അവൾ ക്ലാസുകൾ കട്ട് ചെയ്യാൻ തുടങ്ങി. അവളെപ്പോലെ തന്നെയുള്ള ചില കൂട്ടുകാരെയും അവൾക്ക് കിട്ടി. ഫീസിന് വേണ്ടി കിട്ടുന്ന പണം അവൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ തുടങ്ങി. 4 മാസത്തിനുള്ളിൽ അവളെ ഈ പ്രോഗ്രാമിൽ നിന്ന് പുറത്താക്കി. എന്നാൽ അവൾ ഈ കാര്യങ്ങൾ വീട്ടിൽ വിളിച്ചു പറഞ്ഞില്ല. അമ്മയോട് എല്ലാം നന്നായി പോകുന്നു എന്ന് മാത്രം പറഞ്ഞു. മറ്റു 3 പെൺകുട്ടികളോടൊപ്പം ഒരു മുറിയെടുത്ത് തോന്നിയതുപോലെ ജീവിക്കാൻ തുടങ്ങി. അലീനയ്ക്ക് ഇപ്പോൾ മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കാൻ സമയമില്ലായിരുന്നു. നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടും കെട്ടിപ്പടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു.
ജമീല മാഡം അവൾക്ക് എങ്ങനെയാണ് ഡ്രസ് പാറ്റേൺ ഉണ്ടാക്കണമെന്ന് അളവുകൾ എടുക്കേണ്ട രീതികൾ, ഒരാളിനെ കണ്ടാൽ എങ്ങനെ തയ്ക്കാൻ പറ്റും എന്നുള്ളതിനെപ്പറ്റിയും എല്ലാം പറഞ്ഞു കൊടുത്തു. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കാനും അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന് തോന്നിപ്പിക്കാനും പഠിച്ചു. 8 മാസത്തിന് ശേഷം ഒരു ദിവസം രാവിലെ കട തുറക്കുന്നതിന് മുൻപ് ജമീല മാഡം അലീനയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അലീന, എനിക്ക് ഒരു കസ്റ്റമർ വന്ന് പറഞ്ഞു അവരുടെ മകളുടെ കല്യാണത്തിന് ഡ്രസ്സ് വേണം. കുടുംബത്തിലെ 12 സ്ത്രീകൾക്ക് അതുപോലെ എല്ലാം നിന്നെ ഏൽപ്പിക്കാനും പറഞ്ഞു. ഞാൻ നോക്കിക്കോളാം, പക്ഷെ ചെയ്യുന്നത് നീയാവണം. സംശയം വല്ലതുമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ചെയ്യാൻ പറ്റുമോ നിനക്ക്? അലീന മറുപടി പറഞ്ഞു, പറ്റും മാഡം, ഞാൻ ചെയ്യാം. കൃത്യസമയത്ത് തന്നെ ഞാൻ കൊടുക്കാം. പറഞ്ഞതുപോലെ തന്നെ അവൾ കൃത്യസമയത്ത് തന്നെ കൊടുത്തു. തികച്ചും പെർഫെക്റ്റ് ഫിറ്റിംഗ്. കസ്റ്റമർ ഓരോന്നിൻ്റെയും ഫോട്ടോ എടുത്ത് അടുത്ത കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തു. ആരാണ് തുന്നിയത് എന്നും പറഞ്ഞു. ആ ആഴ്ച അവസാനിക്കുന്നതിന് മുൻപ് 3 പുതിയ കസ്റ്റമേഴ്സിനെ കൂടി വന്ന് അന്ന് ആ കല്യാണ ഡ്രസ്സ് തുന്നിയ ആളെ അന്വേഷിച്ചു. അങ്ങനെ അലീനയെ തേടി കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരുന്നു. അവൾക്കത് ഒരുപാട് സന്തോഷം മനസ്സിലുണ്ടായി. അവൾ തിരിച്ച് തൻ്റെ മുറിയിൽ വന്ന് കട്ടിലിലിരുന്ന് സന്തോഷത്തോടെ മനസ്സിൽ വിചാരിച്ചു, ഇത് കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട്. ഇതുവരെ സഹതാപത്തോടെയും സങ്കടത്തോടെയും സംസാരിച്ചിരുന്നവരുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കാം എന്ന് അവൾക്ക് മനസ്സിലായി. കസ്റ്റമേഴ്സ് കൂടി വന്നപ്പോൾ സ്വന്തമായി ഒരു കട തുടങ്ങണം എന്ന് ജമീല മാഡം അലീനയോട് പറഞ്ഞു. എല്ലാ സഹായത്തിനും കൂടെ തന്നെ മാഡവും ഉണ്ടായിരുന്നു. നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ സ്വന്തമായി ഒരു ഷോപ്പ് തുടങ്ങി. 4 തൊഴിലാളികളും അവളുടെ കീഴിലുണ്ടായിരുന്നു. മുൻപ് അവൾ എല്ലാ പേരെയും അങ്ങോട്ട് ചെന്ന് കാണുമായിരുന്നു. എന്നാൽ ഇന്ന് ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. ആളുകൾ അവളുടെ കട അന്വേഷിച്ചു വരാൻ തുടങ്ങി. ജമീല മാഡം പറഞ്ഞു, ഞാൻ നിന്നിൽ അഭിമാനിക്കുന്നു മോളെ. അലീന പറഞ്ഞു, മാഡം, എനിക്ക് ആദ്യമായി ഒരു അവസരം തന്നത് മാഡമാണ്. ആ നന്ദി എന്നും എനിക്കുണ്ടാകും. അന്ന് ഒരു ചൊവ്വാഴ്ചയായിരുന്നു. ഒരു മുന്നറിയിപ്പുമില്ലാതെ അമൃത തിരികെ വന്നു. വീടിൻ്റെ മുൻപിൽ ഒരു ടാക്സി വന്നു നിന്നു. കൈകളിൽ ഒരു ബാഗ് മാത്രം. പ്രാകൃതമായ വേഷം. ഫ്രാൻസിൽ അവൾക്ക് സഹിക്കേണ്ടി വന്നത് ചില്ലറയൊന്നുമല്ലായിരുന്നു. ഫ്രാൻസിൽ അവൾ 2 വർഷം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. ചെറിയ ചെറിയ ജോലികൾ ചെയ്തു. താമസിച്ചിരുന്ന റൂം വാടക കൊടുക്കാത്തതുകൊണ്ട് 3 തവണ മാറേണ്ടി വന്നു. ആളുകളുടെ കയ്യിൽ നിന്നും കടം വാങ്ങിക്കൊണ്ടിരുന്നു. പിന്നെ ഒരു ദിവസം ഒരു പതിവ് അഡ്മിനിസ്ട്രേറ്റീവ് പരിശോധനയിൽ ആ സത്യം പുറത്തു വന്നു. മറ്റൊരാളുടെ ഫയൽ, വിരലടയാളവുമായി പൊരുത്തപ്പെടാത്ത ഐഡന്റിറ്റി, ഡോക്യുമെന്റ് തട്ടിപ്പ്. ഈ കുറ്റങ്ങൾക്ക് അമൃതയ്ക്ക് ഫ്രാൻസിൽ വിലക്കുവന്ന് 5 വർഷത്തേക്ക് ഇനി ഫ്രാൻസിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. അവളെ ആദ്യം കരുതൽ തടങ്കിലാക്കി. അത് കഴിഞ്ഞു രാജ്യത്ത് നിന്ന് പുറത്താക്കി. താൻ അലീനയോട് ചെയ്തു കൂട്ടിയതിനെക്കുറിച്ച് അവൾക്ക് നാണക്കേട് തോന്നി. അവൾ വെറും കൈയോടെയാണ് തിരിച്ചു വന്നത്. വീട്ടിലേക്ക് എത്തിയപ്പോൾ വീടും അമ്മയും അച്ഛനും ഒക്കെ മാറിപ്പോയിരുന്നു. അമ്മയ്ക്ക് നല്ല വയസ്സായി. അച്ഛൻ പ്രായാധിക്യം കൊണ്ട് ഒരുപാട് അസുഖങ്ങളുമായി. ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവർ. ശാരദാദേവി കുറഞ്ഞ വരുമാനത്തിൽ ജീവിക്കാൻ പഠിച്ചിരുന്നു. പക്ഷേ അമൃതയും തിരികെ വന്നതോടെ ഒരു വരുമാനവുമില്ലാതെയായി. ഒടുവിൽ അവർ ഒരു തീരുമാനമെടുത്തു. അലീനയെ പോയി കണ്ട് എന്തെങ്കിലും സഹായിക്കാൻ പറയാമെന്ന്. ഒരു ശനിയാഴ്ച അലീനയും തൻ്റെ ജോലിക്കാരും കൂടി പുതിയ ഓർഡറുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വാതിൽക്കൽ ഒരു മുട്ടുകേട്ട് തലയുയർത്തി നോക്കിയപ്പോൾ അത് ശാരദാദേവിയും അമൃതയുമായിരുന്നു. ജോലിക്കാർ ഇവർ 2 പേരെയും നോക്കിയതിന് ശേഷം അകത്തേക്ക് കയറിപ്പോയി. അലീന, ഞങ്ങൾ നിന്നെ കാണാൻ വന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇരിക്കൂ. അലീന എഴുന്നേറ്റ് നിന്നു. അത് അവരോടുള്ള ബഹുമാനം കൊണ്ടായിരുന്നില്ല, മറിച്ച് ഓർഡറുകൾ ഇപ്പോഴും മേശപ്പുറത്തുള്ളത് നോക്കുന്നതുകൊണ്ടായിരുന്നു. ശാരദാദേവി കടയാകെ കണ്ണോടിച്ചു. 5 ജോലിക്കാർ, പുതിയ തയ്യൽ മെഷീൻ, ഓർഡർ കിട്ടിയ തുണികൾ. ഇതെല്ലാം കണ്ടപ്പോൾ ശാരദാദേവിയുടെ മുഖത്ത് സന്തോഷത്തിന് പകരം അസൂയയായിരുന്നു ഉണ്ടായിരുന്നത്. ശാരദാദേവി പറഞ്ഞു, അലീന, ഞങ്ങളിപ്പോൾ ആകെ ബുദ്ധിമുട്ടിലാണ്. ഒരു വരുമാനവുമില്ല. അമൃത ഇപ്പോൾ തിരിച്ചു വന്നു. നീ ഞങ്ങളെ സഹായിക്കണം. കടയിൽ ഒരു നിശബ്ദത തുടർന്നു. പുറത്ത് റോഡിൽ തിരക്ക് തുടർന്നു. അലീന ശാരദാദേവിയെ നോക്കി, പിന്നെ തലയുയർത്താതെ ഇരിക്കുന്ന അമൃതയെയും. അലീനയുടെ മനസ്സിൽ കൂടി കഴിഞ്ഞ സംഭവങ്ങൾ ഒന്നൊന്നായി ഓർമ്മ വന്നു. താൻ കഷ്ടപ്പെട്ട് നേടിയ ആ സെലക്ഷൻ ലെറ്റർ, അത് അലമാരയിൽ വച്ചത്, പിന്നീട് അത് കാണാതായത്, താൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, താൻ പോകുന്നത് കണ്ടിട്ടും മിണ്ടാതെ നിന്നത്.
ഇതെല്ലാം അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി. അതുവരെ നിൽക്കുകയായിരുന്ന അലീന ഒരു കസേര വലിച്ചിട്ട് അവരുടെ മുൻപിലിരുന്നു. എന്നിട്ട് ശാന്തവും എന്നാൽ ദൃഢവുമായ ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു സഹായവും ചെയ്യില്ല. എനിക്ക് സഹായം ചെയ്യാൻ കഴിയാത്തതുകൊണ്ടല്ല, അത് അർഹതയുള്ളവർക്ക് മാത്രമേ ചെയ്യാവൂ എന്ന് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചു. അപ്പോൾ നീ ഞങ്ങളെ അപമാനിക്കുകയാണോ? ഞാൻ എങ്ങനെയാണ് നിങ്ങളെ അപമാനിച്ചത്? നിങ്ങൾ ഇവിടെ എന്നെ കാണാൻ വന്നു. ഞാൻ ഇരിക്കാൻ പറഞ്ഞു. അതെങ്ങനെ അപമാനമാകും? മര്യാദയോടെ തന്നെയാണ് സംസാരിക്കുന്നത്. ഇത് ഞാൻ കഷ്ടപ്പെട്ടു നേടിയതാണ്. അത് നിങ്ങൾക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ്. അമൃത മുഖമുയർത്താതെ പതുക്കെ പറഞ്ഞു, മാപ്പ്, ചേച്ചി എന്നോട് ക്ഷമിക്കണം. ആ വാക്കുകൾ കേട്ടപ്പോൾ അലീന ആദ്യമായി അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്കറിയാം അമൃത, നിനക്ക് സങ്കടമുണ്ട് എന്ന്. ചേച്ചി, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. നീ ചെയ്തതിൻ്റെ ഫലം നീ അനുഭവിച്ചു. അലീന എഴുന്നേറ്റ് തുണി നേരെയാക്കി വാതിലിന് നേരെ പോയി. വാതിൽ തുറന്നു പിടിച്ചിട്ട് അവരെ നോക്കി. അത് ദേഷ്യം കൊണ്ടായിരുന്നില്ല, മറിച്ച് തൻ്റെ അതിരുകൾ എവിടെയാണെന്ന് കൃത്യമായി അറിയുകയും അതിന് ഓരോന്നിനും അതിൻ്റേതായ വില കൊടുക്കുകയും ചെയ്ത ഒരു സ്ത്രീയുടെ ശാന്തവും വ്യക്തവുമായ ഊർജത്തോടെ. നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പക്ഷേ അത് ശരിയാക്കുന്ന ആളായി എന്നെ കാണരുത്. ഈ അധ്യായം ഇവിടെ അവസാനിച്ചു. ശാരദാദേവി ആദ്യം പുറത്തിറങ്ങി. തൊട്ടു പിന്നാലെ അമൃതയും. അമൃത ഇറങ്ങിയിട്ട് അലീനയെ നോക്കി. പിന്നെ കടയുടെ ബോർഡിൽ എഴുതി വച്ചിരിക്കുന്ന പേരിലേക്ക് അവസാന നോട്ടം. അലീന കുറച്ചു നേരം അവിടെ തനിച്ചു നിന്നു. ആരോടും ദേഷ്യമില്ല, കണ്ണുനീരില്ല, ആശ്വാസം പോലുമില്ല. തീയിലൂടെ കടന്നുപോയി മറുവശത്തു നിന്നു താൻ ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കി പുറത്തു വന്ന ഒരു സ്ത്രീയുടെ ആഴത്തിലുള്ള നിശ്ചലത മാത്രം. അലീന വീണ്ടും തുണികളുടെ ലോകത്തേക്ക് തിരികെ വന്നു. എപ്പോഴും ചെയ്തിരുന്നത് പോലെ, ചെയ്യാൻ പോകുന്നത് പോലെ അവൾ ജോലി തുടർന്നു.